നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുമിത്രേ, നമ്മുടെ മോന്റെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അതുപോലൊരു പെൺകുട്ടിയെ നമ്മുടെ ഹരിക്ക് ഭാര്യയായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതുപോലൊരു പെൺകുട്ടി? എന്താ ഭാര്യയുമായൊരു രഹസ്യം പറച്ചില്? അത് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലമ്മേ. ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ പറയണ്ട. കേൾക്കാൻ പാടില്ലാത്തൊന്നും അല്ലമ്മേ. ഞാൻ ഇന്ന് റേഷൻ കടയിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടു. റേഷൻ കടയിലോ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരി കുട്ടികളൊന്നും റേഷൻ കടയിൽ പോകാറില്ലല്ലോ. അതാണ് അത്ഭുതം. വന്നു എന്ന് മാത്രമല്ല, അവിടെ വന്നൊരു വയസ്സായ സ്ത്രീയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതും കണ്ടു. അതിപ്പോ നീ എന്തിനാ സുമിത്രയുടെ ഫോട്ടോയും നോക്കി പറയുന്നത്? അത് പിന്നെ ഹരിക്ക് അതുപോലൊരു പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോയി. ഈ വീടിനൊരു വിളക്ക് പോലെ ഉണ്ടാവും അവൾ. എന്തിനാ ശേഖര അതുപോലൊരു പെൺകുട്ടി എന്ന് പറയുന്നത്? അവളെ തന്നെ പറയരുതോ? ആരാ അവള്? എവിടുത്തെ എന്ന് വല്ലതും അന്വേഷിച്ചോ നീ? ഇല്ലമ്മേ, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിനൊന്നും പറ്റിയില്ല. ചില നേരത്ത് നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാ. ഒരു കാര്യം ചെയ്, നാളെ തന്നെ ചെന്ന് അവൾ ആരാ, എവിടുത്തെയാ എന്നൊക്കെ ഒന്ന് അന്വേഷിക്ക. ഒരു പക്ഷേ ഈശ്വരന്മാർ കൊണ്ടുവന്ന് കാണിച്ചു തന്നതാവും അവളെ നിന്റെ മുന്നില്. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതിൽ പരം വേറെ സന്തോഷമുണ്ടോ അമ്മേ? അങ്ങനെ ഒരു സന്തോഷമൊന്നും എനിക്ക് തോന്നുന്നില്ല. ആർക്കും തോന്നുകയും വേണ്ട. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. റേഷൻ കടയിൽ അരിയും ഗോതമ്പും പഞ്ചസാരയൊക്കെ വാങ്ങാൻ പോകുന്ന പോലെ എനിക്കുള്ള ഭാര്യയും വാങ്ങാൻ പോവണ്ട. ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തുക എന്നത് നിന്റെ അച്ഛന്റെ കൂടി ഉത്തരവാദിത്വമാണ് മോനെ. ആണോ? ഇത്രയും നാളെ കണ്ടില്ലല്ലോ ആ ഉത്തരവാദിത്വം. ഇതിപ്പോ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ റേഷൻ കടയിൽ പോയി പെണ്ണന്വേഷിക്കുന്നു. എനിക്ക് ചേർന്ന പെണ്ണ് ആരെന്നുള്ളത് ഞാൻ നിശ്ചയിച്ചോളാം, അത് മതി. അതിനിടയിൽ വേറെ അന്വേഷണമൊന്നും വേണ്ട. റേഷൻ കടയിലാ പെണ്ണന്വേഷണം.